വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമ്പർ 669 യേശു ഇപ്രകാരം ഫൗസ്റ്റീനയോട് പറയുന്നു: എൻ്റെ മകളെ, നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ. യേശുവിൻ്റെ ജനനം ലോകജനതയ്ക്ക് സന്തോഷത്തിൻ്റെതായിരുന്നു. എന്നാൽ ആ ഒരു സന്തോഷത്തിൻ്റെ പിന്നിലെ ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും ത്യാഗങ്ങളൊന്ന് ധ്യാന വിഷയമാക്കണം. ദൈവഹിതത്തിന് മുന്നിൽ യേശു പറഞ്ഞ മറിയം താൻ നേരിട്ട വ്യാകുലങ്ങളുടെ നടുവിൽ ഭയന്ന് ത്യാഗത്തിന് തയ്യാറാകാതെ ഇടയ്ക്ക് നോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ രക്ഷാകര ചരിത്രത്തിൻ്റെ ക്ലൈമാക്സ് എന്താകുമായിരുന്നു? അനുദിന ജീവിതത്തിൽ മാതാപിതാക്കളെ, അധികാരികളെ അനുസരിച്ച് ദൈവഹിതം പൂർത്തിയാക്കുന്ന, ത്യാഗം ചെയ്യുന്ന വ്യക്തികളെ ഒന്ന് ഓർത്തു നോക്കുക. ആരോ പറഞ്ഞതുപോലെ, ഇന്ന് നാം അനുഭവിക്കുന്ന തണൽ ആരോ കൊണ്ട വെയിലാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന തണൽ ആരോ കൊണ്ട വെയിലാണ്. ഈ വെയിലാണ് സഹനം. ഒരു കഥയുണ്ട്. ഒരു പക്ഷി സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ മുനി ഇത് കണ്ടിട്ട് ദൈവത്തോട് ചോദിച്ചു: ദൈവമേ, ഈ പക്ഷി എത്ര നാൾ സഹിക്കണം? ദൈവം പറഞ്ഞു: 7 വർഷം. 7 വർഷമോ? യെസ്. ഇതിന് മാറ്റമില്ലേ? മാറ്റമുണ്ട്. എന്നാണോ ഈ പക്ഷി തൻ്റെ സഹനങ്ങളോട് നന്ദി പറയുന്നത്, അന്നു മുതൽ 7 ദിവസം മതി സഹനങ്ങൾക്ക് അവസാനമിടാൻ. മുനി പക്ഷിയോട് പറഞ്ഞു: നിന്റെ സഹനത്തിന് ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ നീ സഹനം തന്ന വ്യക്തികളോട്, സാഹചര്യങ്ങളോട് നന്ദി പറയുക. എന്നാൽ 7 ദിവസം കൊണ്ട് നിന്റെ സഹനം അവസാനിക്കും. പക്ഷി അന്നു മുതൽ തനിക്ക് നൽകിയ സഹനങ്ങളോട്, സാഹചര്യങ്ങളോട്, സഹനം തന്ന വ്യക്തികളോടൊക്കെ നന്ദി പറയാൻ തുടങ്ങി. 7 ദിവസം കഴിഞ്ഞ് സഹനം അവസാനിച്ചു. ഇതൊരു കഥയായിരിക്കാം. എന്നാൽ ഓരോ സഹനവും ദൈവം നൽകുന്ന, ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്ന ചാനലുകളാണെന്ന് ഓർക്കുക. ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളം, ആ വെള്ളം താഴോട്ട് ഒഴുകണമെങ്കിൽ ഒരു ചാല് വേണം. വെള്ളം ഒഴുകി വരാനായിട്ടുള്ള ചാലാണ് സഹനം. ഈ സഹനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത്. സഹനം നാം വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിച്ച ബ്ലെസ്സിങ്ങിനോട് തന്നെയാണ് നാം നോ പറയുന്നത്. ഒന്ന് ഓർക്കുക, മോശയെ ദൈവം രൂപപ്പെടുത്തിയത് ഒരു അഹ്റോനിലൂടെയാണ്. അഹ്റോൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും ദൈവമാണ് കഠിനമാക്കിയത്. നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം വ്യക്തികളെ ഒരുക്കും, സാഹചര്യങ്ങളെ ഒരുക്കും. നമ്മളെ രൂപപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സഹനങ്ങൾ നൽകിയ വ്യക്തിക്ക്, സാഹചര്യത്തിന് നന്ദി. ദൈവമേ, ഇനിയും സഹനങ്ങൾ താങ്ങുവാനുള്ള കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞതുപോലെ, നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ. നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സഹനങ്ങൾ. അങ്ങനെ ഈ അടയാളമായി നമുക്ക് മാറാം.